സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. ആഞ്ചലോസിൻ്റെ പേര് പരാമർശിക്കുന്നത് കേട്ട് കുഞ്ഞന വേഗം തിണ്ണയിലെത്തി. ജയശീലൻ എമിലിയോട് പറയുകയായിരുന്നു, ജയിലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു തളമുണ്ട്. ഞാനും എൻ്റെ കൂടെയുള്ള 17 പേരും ഞങ്ങളെ ഒറ്റ സെല്ലിലാണ് അടച്ചിരുന്നേ. കൊളംബോയിൽ ചെന്നതിൻ്റെ പിറ്റേ ദിവസമാ കണ്ടത് ആഹാരം വിളമ്പുന്നവരുടെ കൂടെ പരിചയമുള്ള ഒരു മുഖം. എമിലി കറണ്ടടിച്ചതുപോലെ നിൽക്കുകയാണ്. ജയശീലിൻ്റെ സംസാരത്തിന് വേഗം പോരാ, അയാൾ പതിയെയാണ് പറയുന്നത്. അയാൾ പറഞ്ഞ് വിവരമറിയുന്നതിനേക്കാൾ ഭേദം താൻ കൊളംബോയിലേക്ക് യാത്ര തിരിക്കുന്നതാണെന്ന് പോലും എമിലിക്ക് തോന്നി. അവൾ കൊളംബോയിൽ എത്തിക്കഴിഞ്ഞു. ജയിലിൻ്റെ കവാടങ്ങളെല്ലാം തുറന്നു. അവളെ ആരും തടഞ്ഞു നിർത്തിയില്ല, ആരും പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല. ഭക്ഷണം വിളമ്പുന്നിടത്ത് ക്യൂവിൽ എമിലി നിന്നു. വലിയ സ്റ്റീൽ ചെരുവങ്ങളിൽ നിന്ന് നീണ്ട തവി കൊണ്ട് ഭക്ഷണം കോരിക്കൊടുക്കുന്ന 3 പേരെ എമിലി കണ്ടു. ജയശീലൻ ചൂണ്ടിക്കാണിക്കേണ്ട താമസമേയുള്ളൂ എമിലിക്ക് ആഞ്ചലോസിനെ തിരിച്ചറിയാൻ. ജയശീലിൻ്റെ വാക്കുകളിൽ കൂടിയാണ് അവൾ സഞ്ചരിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും. അതിൽ നടുക്ക് നിന്ന് വിളമ്പിക്കൊണ്ടിരുന്ന ആളെ കണ്ടപ്പോൾ എനിക്കൊരു സംശയം. അത് നമ്മുടെ ആഞ്ചലോസ് അല്ലേ? താടിയുണ്ട്, തല പകുതി കഷണ്ടിയാ, നെറ്റി അങ്ങ് ഉച്ചി വരെ ഹൈവേ പോലെ പോയിരിക്കുക. എമിലി കണ്ട്, ഉവ് ശരിയാണ്, താടിയുണ്ട്. നെറ്റിയുടെ വീതിയിൽ തലയിലേക്ക് കഷണ്ടി കയറിപ്പോയിരിക്കുന്നു. അത് ആഞ്ചലോസ് തന്നെയാണോ? എമിലിയുടെ ഹൃദയം ഇടിക്കുന്ന ശബ്ദം കടല് കൂടുതലുള്ള രാത്രികാലങ്ങളിൽ തീരത്തെ തിട്ടകളിൽ കടലിടിക്കുന്ന ഒച്ച പോലെ കനത്തതും ഭയാനകവുമായി. അവളുടെ ശ്വാസകോശം ഒരു ഇത്തിരി വായുവിനായി അനന്തമായി കാത്തുകിടന്നു. അവൾ ശ്വാസമെടുക്കുന്നില്ല. നമുക്ക് മിണ്ടാൻ പേടിയാ. എന്താന്ന് വെച്ചാ എനിക്കത്ര ഉറപ്പില്ലല്ലോ. വർഷം 10-16 കഴിഞ്ഞില്ലേ കണ്ടിട്ട്. കഴിഞ്ഞ കൊല്ലം പ്രഭാകരനടക്കം തമിഴ് പുലികളെയെല്ലാം തകർത്ത ശേഷം ശ്രീലങ്കക്കാരുടെ പട്ടാളത്തിനും പോലീസിനും ഭയങ്കര സംശയമാ. അവിടുത്തെ ജയിലിൽ കിടക്കണ ഏതെങ്കിലും പുലിയോട് ഒരു ഇന്ത്യൻ തടവുകാരൻ മിണ്ടിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യം പോക്കാം. ഇനി ഒരൊറ്റ പുലി പോലും തല പൊക്കരുതെന്ന് അവർക്ക് നിർബന്ധ. അതുകൊണ്ടാ ഇന്ത്യയെന്ന് അതിർത്തി കടന്നു ചെല്ലുന്ന വള്ളമോ ബോട്ടോ കണ്ടിട്ട് സംശയം തോന്നിയ ഉടനെ അവരുടെ പട്ടാളം വെടിവെക്കുകയോ ബോട്ടും വള്ളവും പിടിച്ചെടുത്ത് അതിലുള്ളവരെ ജയിലിലടയ്ക്കുകയോ ചെയ്യണത്. എത്ര പേരെ കൊന്നു കളഞ്ഞിരിക്കുന്നു. ഇതൊന്നുമല്ല എമിലിക്ക് കേൾക്കേണ്ടത്. അവിടെ നടുക്ക് നിന്ന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ആൾ ആരാണ്? ഞാനേ പാത്രവും നീട്ടിപ്പിടിച്ച് മുമ്പിൽ ചെന്നിട്ട് രണ്ടും കൽപ്പിച്ച് ഒരു വിളി അങ്ങ് വിളിച്ചു, ആഞ്ചലോസേന്ന്. ഹൃദയസമുദ്രത്തിന് അടിത്തട്ടിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിയെന്ന് തോന്നി എമിലിക്ക്. അയാൾ എന്നെ ഒന്ന് നോക്കി, പരിചയമുള്ള പോലെ ഒരു നോട്ടം. പിന്നെ ഇടത്തെ കൈകൊണ്ട് താടി ചൊറിഞ്ഞ് ആലോചിക്കുന്ന പോലെ തോന്നി. ഒച്ച താഴ്ത്തിയിട്ട് ഞാൻ പറഞ്ഞു, കൂട്ടുകുഴിക്കിലെ ജയശീലിനെ ഞാൻ. അയാൾ ഒരക്ഷരം മിണ്ടിയില്ല. കൈകൊണ്ട് ആംഗ്യം കാട്ടി മാറിപ്പോകാൻ. എമിലി ജയിലിൻ്റെ നടുത്തടത്തിൽ അനേകം തടവുകാർക്കിടയിൽ കാഴ്ച നഷ്ടപ്പെട്ടവളെപ്പോലെ നിന്നു. ഞാൻ മാറി നിന്ന് പിന്നെ അയാളെ തന്നെ നോക്കി. അത് ആഞ്ചലോസ് തന്നെയാണെന്ന് എനിക്ക് തോന്നി. ആഞ്ചലോസും ഞാനും ഒന്നിച്ച് ഒരു വള്ളത്തിൽ കടലിപ്പണിക്ക് പോയിട്ടുണ്ട്. ആഞ്ചലോസ് സ്വന്തമായിട്ട് വള്ളവും വലയും വാങ്ങിച്ചപ്പം എന്നെയും പണിക്ക് വിളിച്ചതാ. പക്ഷേ ഞാനപ്പോൾ വേറെ വള്ളത്തിലായിരുന്നു. എമിലിക്ക് ജയശീലിനെ അറിയാം. ആഞ്ചലോസിൻ്റെ കൂടെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒന്നിച്ച് ജോലി ചെയ്ത കാര്യവും അറിയാം. ചേച്ചി എന്നെ 10 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് കണ്ടാ തിരിച്ചറിയുവോ? മുടിയും കൊഴിഞ്ഞ് താടിയും വളർന്ന് നരച്ച് ഞാൻ നിന്നാ മനസ്സിലാകുമോ? ജയശീലൻ ചോദിച്ചു. എമിലിക്ക് ഒരു സംശയവുമില്ല. ഏത് പ്രായത്തിലും ഏത് രൂപപരിണാമത്തിലും എമിലി അയാളെ തിരിച്ചറിയും. എന്നാൽ ഞാൻ കണ്ടത് ആഞ്ചലോസിനെ തന്നെയാ. പക്ഷെ എന്നോട് മിണ്ടിയില്ല, എന്നെ തിരിച്ചറിഞ്ഞുമില്ല. അതിൽ കൂടുതലൊന്നും ജയശീലിന് പറയാനില്ലായിരുന്നു. അയാൾ ആ ജയിലിൽ വെച്ച് കണ്ട കാര്യം ഇവിടെ വന്ന് പറഞ്ഞു എന്ന് മാത്രം. കൊളംബോ ജയിലിൽ തനിക്ക് കൂടുതൽ ദിവസങ്ങൾ താമസിക്കാൻ ഇട വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ആഞ്ചലോസ് എന്ന് താൻ സംശയിച്ച തടവുകാരനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞേനെ എന്ന് ജയശീലൻ പറഞ്ഞു. പക്ഷേ ജയശീലനും മോചിപ്പിക്കപ്പെട്ട മറ്റ് തടവുകാരും കൊളംബോ ജയിലിൽ തങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. തങ്ങളുടെ കൈവശമുള്ള ഇന്ത്യൻ തടവുകാരെ മോചിപ്പിക്കുന്നതിൻ്റെ നടപടിക്രമം എന്ന നിലയിലാണ് ശ്രീലങ്കൻ സർക്കാർ ജയശീലിനെയും കൂട്ടരെയും കൊളംബോ ജയിലിൽ എത്തിച്ചതും അവിടെ നിന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിന് കൈമാറിയതും. വർഷങ്ങൾക്ക് ശേഷം സ്വരാജ്യത്തേക്ക് മടങ്ങുന്നതിൻ്റെ അത്യാഹ്ലാദത്തിലായിരുന്നു ജയശീലനും സംഘവും. കുറേ തടവുകാരിപ്പോഴും കിടപ്പുണ്ട്. ജാഫ്ന ജയിലിലും അനുരാധപുരിയിലും നെഗോബോയിലും ഒക്കെ തമിഴരും മലയാളികളും ഉണ്ട്.
ഒരുപാട് വർഷങ്ങളായിട്ട് കിടക്കുന്നവരുമുണ്ട്. യുദ്ധകാലത്ത് കുറേ പേരെ കൊന്നുകളഞ്ഞു. ജയശീലൻ തനിക്ക് അറിയാവുന്നിടത്തോളം കാര്യങ്ങൾ പറഞ്ഞിട്ട് തിരികെ പോയി. എമിലിയും കുഞ്ഞനെയും പരസ്പരം നോക്കി മൂടരെ പോലെ നിന്നു. ആഞ്ചലോസ് എമിലിയുടെ ഭർത്താവാണെങ്കിൽ കുഞ്ഞനയ്ക്ക് അയാൾ നൊന്തുപെറ്റ മകനാണ്. അവൻ പറഞ്ഞത് ശരിയാണ്. നമ്മൾ എന്തു ചെയ്യും? കുഞ്ഞന എമിലിയോട് ചോദിച്ചു. ആഞ്ചലോ ജീവനോടെ ഉണ്ടോ? എങ്ങനെ അറിയും? ആഞ്ചലോസ് ജീവനോടെ ഉണ്ടെന്നാണ് ഇക്കാലം അത്രയും എമിലി വിശ്വസിച്ചു പോന്നിട്ടുള്ളത്. നീണ്ട 16 വർഷം അവൾ അനുഭവിച്ചത് വൈധവ്യ ദുഃഖമായിരുന്നില്ല, വിരഹവേദനയായിരുന്നു എന്നുള്ളത് അവൾക്ക് മാത്രം അറിയുന്ന രഹസ്യമാണ്. മരിച്ചവരെ സ്വപ്നം കാണാറില്ലെന്നായിരുന്നു എമിലിയുടെ വിശ്വാസം. എന്നാൽ കഴിഞ്ഞ 16 കൊല്ലത്തിനിടയ്ക്ക് എമിലി ആഞ്ചലോസിനെ സ്വപ്നത്തിൽ കാണാത്ത ദിവസങ്ങൾ ചുരുക്കമായിരുന്നു. അന്വേഷിക്കണം അമ്മേ, എവിടുണ്ടെങ്കിലും കണ്ടുപിടിക്കണം. എവിടെ ചെന്ന് അന്വേഷിക്കൂ എമിലി? എങ്ങനെ? ഞാൻ അതിനു വേണ്ടി എവിടം വരെ വേണമെങ്കിലും പോകും. ഈ ഒരു തീപ്പൊരി മതി, എമിലി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. ആഞ്ചലോസ് ജീവിച്ചിരിപ്പുണ്ടെന്ന് ചെല്ലിക്കടപ്പുറത്ത് വിളംബരം ചെയ്യുകയാണ് എമിലി ആദ്യം സ്വീകരിച്ച നടപടി. അതിൻ്റെ സത്യാവസ്ഥ അറിയാനായി പലരും കൂട്ടുപൊടിക്കൽ ജയശീലനെ സമീപിച്ചു. കൊളംബോ ജയിലിൽ വെച്ച് താൻ ആഞ്ചലോസിനെ കണ്ടുവെന്ന് ജയശീലൻ ആവർത്തിച്ചു പറഞ്ഞു. ആഞ്ചലോസ് ചെല്ലിക്കടപ്പുറത്ത് ഒരു ചർച്ചാ വിഷയമായി. ആളുകൾ അതേപ്പറ്റി അവരവരുടെ ഭാവനയ്ക്കൊത്ത കഥകൾ ഉണ്ടാക്കി. ആഞ്ചലോസിനെ കടലിൽ കാണാതായിട്ട് 16 വർഷത്തോളമാകുന്നു. തകർന്ന ബോട്ടിൽ നിന്ന് ആഞ്ചലോസ് എങ്ങനെ രക്ഷപ്പെട്ടു? എങ്ങനെ ശ്രീലങ്കൻ ജയിലിൽ ചെന്ന് കയറി? ദിവസേന 800-നും 1500-നും ഇടയ്ക്ക് ബോട്ടുകളും വള്ളങ്ങളും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന സമുദ്ര വിഭാഗമാണ് ഇന്ത്യയും ശ്രീലങ്കയും കടലതിരുകൾ പങ്കിടുന്ന പാക്ക് കടലിടുക്ക്. അവിടെ ഒരു ബോട്ട് അപകടത്തിൽപ്പെട്ട് തകരുകയും അതിൽ നിന്ന് തെറിച്ചുപോയ ഒരാൾ ലൈഫ് ബോയിലോ പലക കഷ്ണത്തിലോ പിടിച്ച് കിടക്കുകയും ഏതെങ്കിലും ഒരു ബോട്ടോ വള്ളമോ അയാളെ കണ്ടെത്തുകയും ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് മത്സ്യത്തൊഴിലാളികൾ അഭ്യൂഹങ്ങൾ നടത്തി. അങ്ങനെയെങ്കിൽ ആഞ്ചലോസ് എങ്ങനെ ശ്രീലങ്കക്കാരുടെ ജയിലിലെത്തി? ചിലരുടെ സംശയം അതായിരുന്നു. ചിലപ്പോൾ ആഞ്ചലോസിനെ രക്ഷപ്പെടുത്തിയ ബോട്ട് ശ്രീലങ്കക്കാരുടെ പട്ടാളം പിടിച്ചെടുത്ത് കാണും. അപ്പോൾ ആ ബോട്ടിൽ ആഞ്ചലോസ് മാത്രമല്ലല്ലോ ഉള്ളത്, വേറെയും ആൾക്കാരില്ലേ? അവരെ എന്തു ചെയ്തു? സംശയങ്ങൾ പെരുകി പെരുകി വരികയാണ്. ബോട്ടിലുണ്ടായിരുന്ന മറ്റ് മത്സ്യത്തൊഴിലാളികളെയും ശ്രീലങ്കൻ സേന പിടിച്ച് ജയിലിലിട്ടുവെങ്കിൽ അവർ ഇപ്പോൾ എവിടെ? ഇപ്പോഴും അവരെല്ലാം ജയിലിലാണോ? അവരെ നേരത്തെ വിട്ടയച്ചെങ്കിൽ അവരെന്തുകൊണ്ട് ആഞ്ചലോസ് എന്നൊരാൾ ജയിലിൽ കിടപ്പുണ്ടെന്ന വിവരം ഇന്ത്യൻ അധികൃതരെ അറിയിച്ചില്ല? അവർ ഇപ്പോഴും ശ്രീലങ്കൻ ജയിലുകളിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് മോചിപ്പിക്കപ്പെട്ടില്ല? എന്തുകൊണ്ട് ഇന്ത്യൻ ഹൈ കമ്മീഷൻ ആ വിവരം ഇതുവരെ അറിഞ്ഞില്ല? അറിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് അവരെ മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തിയില്ല? അവർ കൊല്ലപ്പെട്ടുവെങ്കിൽ എങ്ങനെ ആഞ്ചലോസ് മാത്രം രക്ഷപ്പെട്ടു? ചെല്ലിക്കടപ്പുറത്തെ ചർച്ചകളും ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നതിനിടയിൽ എമിലി വീണ്ടും അഡ്വക്കേറ്റ് ചന്ദ്രഭാനുവിനെ ചെന്ന് കണ്ടു. ജയശീലിൽ നിന്ന് അറിഞ്ഞ വിവരങ്ങൾ ചന്ദ്രഭാനുവിനെ ധരിപ്പിച്ചു. ചന്ദ്രഭാനു ജയശീലിനെ വിളിച്ചു വരുത്തി സംഗതിയുടെ സത്യാവസ്ഥ തിരക്കി. ജയശീലിനെ കുറിച്ച് വാർത്ത കൊടുത്ത പത്ര റിപ്പോർട്ടർമാരെ വിളിച്ചുകൂട്ടി ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. ശ്രീലങ്കൻ ജയിലുകളിൽ കഴിയുന്ന 1800ഓളം ഇന്ത്യക്കാരെക്കുറിച്ചും 16 വർഷം മുമ്പ് കടലിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് കാണാതായ ആഞ്ചലോസിനെക്കുറിച്ചും അയാളെ കൊളംബോയിലെ റിമാൻഡ് ജയിലിൽ വെച്ച് ജയശീലൻ കണ്ടതായി അവകാശപ്പെടുന്നതിനെക്കുറിച്ചും വിശദീകരിച്ചു. അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ വാർത്ത വന്നു. ഒരു പത്രം സൺഡേ സപ്ലിമെൻറ്റിൻ്റെ ഫീച്ചറായി ജയശീലിനെ അവതരിപ്പിച്ചു. അക്കൂട്ടത്തിൽ ആഞ്ചലോസിൻ്റെ കാര്യവും പ്രത്യേകമായി പ്രതിപാദിച്ചു. വാർത്തയും ഫീച്ചറും ശ്രദ്ധിച്ച സ്ഥലം MLA ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം തേടി. അതുകൂടാതെ നിയമസഭാ സമ്മേളനത്തിലും ഇക്കാര്യം അവതരിപ്പിച്ചു. കേരള സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തെഴുതി. 16 വർഷം മുമ്പ് മത്സ്യബന്ധനത്തിനിടയിലുണ്ടായ അപകടത്തിൽ കാണാതായ ആഞ്ചലോസ് എന്ന മത്സ്യത്തൊഴിലാളി ശ്രീലങ്കൻ ജയിലിലുണ്ടെന്നും അയാളെ മോചിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നും കേന്ദ്ര ഗവൺമെൻറ് ആ ദൗത്യം വിദേശകാര്യ വകുപ്പിനെയും തദ്വാര ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണറെയും ഏൽപ്പിച്ചു. ഈ വക നടപടിക്രമങ്ങൾക്കിടയിൽ ദിനരാത്രങ്ങൾ പലത് കടന്നുപോയി. ആഴ്ചകൾ, മാസങ്ങളായി. സർക്കാർ നടപടികളുടെ മെല്ലെപ്പോക്കു നയമൊന്നും എമിലിയെ തളർത്താൻ പര്യാപ്തമായിരുന്നില്ല. ആഞ്ചലോസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് തെളിയിക്കണമെന്ന് എമിലി ഉറപ്പിച്ചു. വേണ്ടി വന്നാൽ കൊളംബോ ജയിലിൽ പോയി ആഞ്ചലോസിനെ കാണാനും അവൾ തയ്യാറായി. കുഞ്ഞനെയും ജാനറ്റും ഡെന്നിച്ചനും എമിലിക്ക് പൂർണ്ണ പിന്തുണ നൽകി.
ആഞ്ചലോസിനെ കണ്ട ഓർമ്മയൊന്നുമില്ല മക്കൾ രണ്ടുപേർക്കും. അവർക്ക് അയാളെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട്. തൻ്റെ സഹോദരനെ പറ്റിയുള്ള വാർത്തയറിഞ്ഞ് വിൻസി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഇതിനകം ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയും അടുത്ത കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആഞ്ചലോസ് തിരിച്ചെത്തിയാൽ അയാൾക്ക് എമിലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടി വരില്ലേ എന്ന ചർച്ചയും നടക്കുന്നുണ്ടായിരുന്നു. കാരണം ആഞ്ചലോസ് 16 വർഷം മുമ്പ് പോകുമ്പോൾ അയാൾക്ക് 2 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശൗര്യക്കുട്ടി എങ്ങനെയുണ്ടായി എന്ന് ആഞ്ചലോസ് ചോദിച്ചാൽ എമിലി അതിനൊരു മറുപടി പറഞ്ഞേ പറ്റൂ. എമിലി എന്തു മറുപടി പറയും? അത് കാരക്കാട്ട് സൈമൺ മുതലാളിയുടെ മകനാണെന്ന് പറയാനേ പറ്റൂ. എമിലി കള്ളം പറഞ്ഞാൽ ചെല്ലിക്കടപ്പുറം സത്യം വിളിച്ചു പറയാൻ പ്രതിജ്ഞാബദ്ധരായി കാത്തുകിടക്കുകയാണ്. ശൗര്യക്കുട്ടിയെ കടപ്പുറത്തുള്ളവർ ഏറെക്കുറെ മറന്നതായിരുന്നു. എന്നാൽ ആഞ്ചലോസ് ജീവിച്ചിരിപ്പുണ്ടോ എന്നത് ചർച്ചാ വിഷയമായപ്പോൾ ശൗര്യക്കുട്ടിയും അവരുടെ ഓർമ്മയിലേക്ക് പൊന്തി വന്നു. തൻ്റെ ഭാര്യ എമിലി കാരക്കാട്ട് സൈമൺ തരകൻ്റെ മകനെ പ്രസവിച്ചു 14 വർഷക്കാലം വളർത്തിയെന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും ആഞ്ചലോസിന് അഭിമാനമോ സന്തോഷമോ തോന്നാനിടയില്ല. നട്ടലിന് ഉറപ്പുള്ള ഏതൊരു പുരുഷനും ഇങ്ങനെയൊരവസ്ഥയിൽ എന്തു ചെയ്യുമോ അത് തന്നെ ആഞ്ചലോസ് ചെയ്യുമെന്നും കടപ്പുറം നിവാസികൾ തമ്മിൽ പറയുകയും മനസ്സിലുറപ്പിക്കുകയും ചെയ്തു. എമിലിയെ ആഞ്ചലോസ് ഉപേക്ഷിക്കും, വീട്ടിൽ നിന്ന് ഇറക്കിവിടും. ആഞ്ചലോസ് അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. അതിൽ ന്യായവുമില്ല. ആഞ്ചലോസ് തിരിച്ചു വന്ന എമിലിയെ വേണ്ടെന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യും? മറിയമ്മ കുഞ്ഞനയോട് ചോദിച്ചു. കുഞ്ഞനയ്ക്ക് അറിയില്ല അതിനെന്ത് മറുപടി പറയണമെന്ന്. ആഞ്ചലോനെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. മറിയമ്മ ആഞ്ചലോസിൻ്റെ പക്ഷം പിടിച്ച് സംസാരിച്ചു. അവൻ എമിലീനെ ഇറക്കിവിട്ട ഞാനും ആ കൂടെ ഇറങ്ങിപ്പോകും, കുഞ്ഞന പറഞ്ഞു. കൊളംബോയിലെ ഇന്ത്യൻ ഹൈ കമ്മീഷനിൽ നിന്ന് 4 മാസത്തെ തിരച്ചിലിന് ശേഷം ആശാവഹമായൊരു വാർത്ത വന്നു. 16 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കൻ നേവി പിടികൂടിയ മലയാളിയായ ഒരു ഇന്ത്യക്കാരൻ കൊളംബോയിലെ റിമാൻഡ് ജയിലിലുണ്ട്. അയാളുടെ പേരോ അഡ്രസ്സോ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. തടവുകാർക്ക് കൊടുക്കുന്ന നമ്പർ മാത്രമാണ് അയാളുടെ ഐഡൻറ്റിറ്റി. ആദ്യത്തെ 8 വർഷം ജാഫ്നയിലെ ജയിലിലായിരുന്നു. അതിനുശേഷം വാവുനിയയിലെ ജയിലിലേക്ക് മാറ്റി പാർപ്പിച്ചു. 4.5 വർഷത്തിന് ശേഷം അനുരാധപുരയിലെ ജയിലിലേക്ക് മാറ്റി. കൊളംബോ റിമാൻഡ് ജയിലിൽ എത്തിയിട്ട് 1 വർഷമാകുന്നതേയുള്ളൂ. ആൾ കുഴപ്പക്കാരനല്ല. ജയിൽ അധികൃതർ ചെറിയ സ്ഥാനക്കയറ്റം നൽകി പാചകപ്പുരയിൽ നിയമിച്ചിരിക്കുകയാണ്. ഊരും പേരും അയാൾക്ക് തന്നെ അറിയില്ല. എങ്ങനെ ജയിലിൽ എത്തിപ്പെട്ടുവെന്നോ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നുവെന്നോ അറിയില്ല. ഇന്ത്യൻ ഹൈ കമ്മീഷൻ ഇത്രയും വിവരങ്ങൾ വിദേശകാര്യ വകുപ്പിന് കൈമാറി. വിദേശകാര്യ വകുപ്പ് കേരള സർക്കാരിനെ വിവരമറിയിച്ചു. MLAയും ചന്ദ്രഭാനുവും കൂടി എമിലിയുടെ വീട്ടിലെത്തി കിട്ടിയ വാർത്തയത്രയും എമിലിയെ ധരിപ്പിച്ചു. ചിലപ്പോൾ കൊളംബോയ്ക്ക് പോകേണ്ടി വരും, ആളെ തിരിച്ചറിയണ്ടേ? എമിലിയുടെ ഹൃദയം കുതിച്ചു ചാടിക്കൊണ്ടിരുന്നു. എമിലിക്ക് പാസ്പോർട്ടില്ല എന്നതായിരുന്നു ശ്രീലങ്കയ്ക്ക് പോകുന്നതിലുണ്ടായ ഒരേയൊരു തടസ്സം. അവിടെയും ചന്ദ്രഭാനു തന്നെ ഇടപെട്ട് നടപടികൾ വേഗത്തിലാക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തി. പാസ്പോർട്ടിനുള്ള അപേക്ഷ കൊടുക്കലും അനന്തര നടപടികളും 2 ആഴ്ചയ്ക്കുള്ളിൽ തീർപ്പാക്കിയെടുക്കാനായിരുന്നു ചന്ദ്രഭാനുവിൻ്റെ നിർദ്ദേശം. 3 ആഴ്ചയ്ക്ക് ശേഷം എമിലിക്ക് പാസ്പോർട്ട് കിട്ടി. ഇനി കൊളംബോയ്ക്കുള്ള യാത്രാ പരിപാടികൾ രൂപപ്പെടുത്തണം. എമിലിക്ക് ഒന്നും അറിയില്ല. എമിലിയുടെ കയ്യിൽ പൈസയുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ലൈറ്റ് ചാർജ് കേരള ഗവൺമെൻറ് വഹിച്ചു കൊള്ളാമെന്ന് ഏറ്റിട്ടുണ്ട്. മറ്റെന്തെങ്കിലും അധിക ചെലവുണ്ടായാൽ അത് പരിഹരിക്കാൻ വേണ്ടി പാർട്ടി തലത്തിൽ പ്രാദേശികമായി ഒരു ഫണ്ട് പിരിവ് നടത്തി. എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി കൊളംബോയ്ക്ക് യാത്ര പുറപ്പെടുകയേ വേണ്ടൂ. അതേത് ദിവസമെന്ന് കേരള ഗവൺമെൻറ് തീരുമാനിക്കണം. എന്നിട്ട് വിദേശകാര്യ വകുപ്പിനെ അറിയിക്കണം. അവർ കൊളംബോയിലെ ഇന്ത്യൻ ഹൈ കമ്മീഷനുമായി ആലോചിക്കണം. ഒറ്റ ദിവസം കൊണ്ട് തീർച്ചപ്പെടുത്താവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ കർത്തവ്യബോധമില്ലാത്ത ഉദ്യോഗസ്ഥ മേൽക്കോയ്മയ്ക്ക് ഇത് 1 വർഷം വരെയുമോ അതിനപ്പുറമോ നീട്ടിക്കൊണ്ടു പോകാം. മേശപ്പുറത്ത് നിന്ന് മേശപ്പുറങ്ങളിലേക്ക് ഫയലിട്ട് തട്ടിക്കളിച്ചാൽ മാത്രം മതി. എമിലി ആ ദിവസത്തിനായി കാത്തിരിക്കുകയാണ്. രാത്രി ഉറങ്ങാൻ കിടന്നാൽ എമിലിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. നെഞ്ചിനുള്ളിൽ ഉമ്മിത്തീയിരുന്ന് നീറിപ്പോകുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ആഞ്ചലോസ് ഇല്ലാതെയാണ് കഴിഞ്ഞ 16 വർഷവും ജീവിച്ചത്. ആഞ്ചലോസിനെ കടലിൽ അപകടത്തിൽപ്പെട്ട് കാണാതായ ശേഷം 2 or 3 ആഴ്ച അനുഭവിച്ച അതേ ഞെരുക്കവും ഒരുക്കവുമാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. ആഞ്ചലോസിനെ തിരിച്ചു കിട്ടുമോ? അത് ആഞ്ചലോസ് തന്നെയാണോ?
ശ്രീലങ്കൻ ജയിൽ അധികൃതരുടെ പക്കൽ ആ മനുഷ്യന്റെ മേൽവിലാസം വ്യക്തമാക്കുന്ന യാതൊരു രേഖകളും ഇല്ലെന്നാണ് ചന്ദ്രഭാനു എമിലിയോട് പറഞ്ഞത്. ആഞ്ചലോസിന് അറിഞ്ഞുകൂടെ ആഞ്ചലോസ് ആരാണെന്ന്? അത് എത്ര ആലോചിച്ചിട്ടും എമിലിയുടെ ബുദ്ധിക്ക് വഴങ്ങുന്നില്ല. ഒരാൾ തൻ്റെ ഊരും പേരും അസ്തിത്വവും പാടെ മറന്നു പോകുമോ? എമിലി ഉറക്കമില്ലാത്ത രാത്രികളിൽ സർവചരാചരങ്ങളും നിദ്രാധീനരായി കഴിയുമ്പോൾ കടൽ നീന്തിക്കടന്ന് പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന റോഡുകളിൽ കൂടി മരക്കൂട്ടങ്ങൾക്ക് കീഴിലൂടെ ഇരുൾമറ പറ്റി നടന്ന് കൊളംബോ റിമാൻഡ് ജയിലിൻ്റെ പ്രവേശന കവാടം കള്ളത്താക്കോലിട്ട് തുറന്ന് ആഞ്ചലോസ് കിടന്നുറങ്ങുന്ന സെല്ലിനു മുമ്പിൽ പോയി നിന്ന് ആരും കാണാതെ പതിയെ അയാളുടെ പേർ വിളിക്കാറുണ്ട്. ആഞ്ചലോ, ഇത് എമിലി, ഒന്നെണീറ്റ് നോക്ക്. എന്നെ മനസ്സിലാകുന്നില്ലേ? ആഞ്ചലോസ് തടവറയുടെ ഒരു മൂലയിൽ ഒരു കീറ കരിമ്പടത്തിനു മീതെ തെരുവുനായയെ പോലെ ചുരുണ്ടുകൂടി കിടക്കുന്നു. ആ തടവറയിൽ എമിലി വേറെ തടവുകാരെ അനുവദിച്ചിട്ടില്ല. തടവറയ്ക്കുള്ളിൽ ഇരുട്ടാണെങ്കിലും ആഞ്ചലോസ് കിടക്കുന്നത് എമിലിക്ക് കാണാം. പക്ഷേ എത്ര വിളിച്ചിട്ടും അയാൾ എഴുന്നേൽക്കുന്നില്ല, എമിലിയെ നോക്കുന്നില്ല. ഒരു വശം ചെരിഞ്ഞു കിടക്കുന്നതിനാൽ മുഖത്തിൻ്റെ പാതി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. എമിലി കൂടെ കൂടെ വിളിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴെങ്കിലും എണീക്കാതിരിക്കില്ലല്ലോ. ഒടുവിൽ അവിടെ ഒരു ഇരുമ്പഴിയിൽ പിടിച്ചു നിന്ന് ഉറക്കം തൂങ്ങും. അപ്പോൾ സ്വപ്നത്തിൽ ആഞ്ചലോസ് വന്ന് എമിലിയെ വിളിക്കും, വാ പോകാം. അവർ ഞെട്ടിയുണരുമ്പോൾ നേരം പുലർക്കാലമായിട്ടുണ്ടാകും. ആഞ്ചലോസോ ജയിലറയോ അവളുടെ മുന്നിൽ അപ്പോഴുണ്ടാവുകയുമില്ല. ആ നിമിഷം മുതൽ വീണ്ടും നെഞ്ചിലെ ഉമിത്തി നീറി തുടങ്ങും. മറിയമ്മ എമിലിയെ കാണുമ്പോഴൊക്കെ ചോദിക്കുന്നു, പാസ്പോർട്ടൊക്കെ കിട്ടിയല്ലോ, എന്നാ പോണ് കൊളംബോയ്ക്ക്? വല്ലതും തീരുമാനമായോ? ഒന്നും ആരും പറയുന്നില്ലല്ലോ ചേച്ചി. ഇനി എന്താണ് വൈകുന്നതെന്ന് എമിലിക്കും അറിയില്ല. വിമാനത്തേലാണല്ലോ പോണത്, അതിൻ്റെ ടിക്കറ്റൊക്കെ കിട്ടണ്ടേ, അതായിരിക്കും. സാറ ഒരു ഊഹം പറഞ്ഞു. വിമാനത്തിൽ കയറുമ്പോൾ എമിലിക്ക് പേടിയാവത്തില്ലേ? ആകാശത്തെ കൂടെ പോണ യന്ത്രമല്ലേ, ഒരിടത്തും ഒരു പിടുത്തവുമില്ലല്ലോ. മറിയമ്മയ്ക്ക് ആകാശയാത്ര ഭയമാണ്. വിമാനത്തിൽ ഒരിക്കലും കയറി യാത്ര ചെയ്യാൻ ഇടവരില്ലേ എന്നാണ് പ്രാർത്ഥന. എന്നെ വെറുതെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലും ആ സാധനത്തെ കയറിപ്പോകാൻ എന്നെ കിട്ടത്തില്ല, മറിയമ്മ വെട്ടി തുറന്നു പറഞ്ഞു. അല്ല, ഇക്കണ്ട പാടെല്ലാം പെട്ടിട്ട് കൊളംബോയിലെ ജയിലിൽ ചെന്ന് നോക്കുമ്പോൾ അത് ആഞ്ചലോസ് അല്ലെങ്കിലോ, എന്നാ ചെയ്യും? സാറയുടെ ചോദ്യത്തിന് എമിലിക്ക് ഉത്തരമില്ല. എന്നാ ചെയ്യാനാ, പോയ പോലെ തിരിച്ചിങ്ങ് പോരും, മറിയമ്മ പറഞ്ഞു. ആഞ്ചലോസിനെ കിട്ടിയില്ലെങ്കിൽ പകരം വേറെ ആളെ കൊണ്ടുപോകണമെന്ന് ആരെങ്കിലും നിർബന്ധിക്കുവോ? ഇല്ലല്ലോ. അങ്ങനെ കാത്തിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം ചന്ദ്രഭാനു വീട്ടിൽ വന്ന് പറഞ്ഞു, നാളെ കഴിഞ്ഞ് കൊളംബോയ്ക്ക് പോകേണ്ടി വരും. അതിൻ്റെ കടലാസുകളൊക്കെ ഇപ്പോഴാണ് ശരിയായത്. പോകുമ്പോൾ അത് ആഞ്ചലോസ് ആണെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ സാറേ? കുഞ്ഞനെ ചോദിച്ചു. ആഞ്ചലോസ് ആണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ശ്രീലങ്കൻ ഗവൺമെൻറ്റുമായി ഒരു കരാറുണ്ടാക്കാൻ പറ്റുമോ അമ്മച്ചി? ആദ്യം ആളെ തിരിച്ചറിയുക, അതൊരു പ്രൊസീജിയർ. അത് നമ്മുടെ ആളാണെന്ന് തിരിച്ചറിഞ്ഞ് എന്നിരിക്കട്ടെ, അതിനുശേഷമാണ് അയാളെ തിരികെ കൊണ്ടുപോരാനുള്ള പരിശ്രമങ്ങൾ. അതിന് രണ്ട് രാജ്യങ്ങളുടെയും മന്ത്രാലയങ്ങൾ തമ്മിൽ കുറേ എഴുത്തുകുത്തുകൾ വേണ്ടിവരും. അവർക്ക് മോചിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ, നമുക്ക് മോചിപ്പിച്ചയാളെ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ. ചന്ദ്രഭാനു കുഞ്ഞനയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. എമിലിക്ക് അതെല്ലാം ഓരോരോ സ്വപ്നങ്ങളാണെന്ന് തോന്നി. ഒരു സ്വപ്നം കാണുന്നു, ഉണരുന്നു, പിന്നെയും മയങ്ങുന്നു, ആദ്യത്തേതിൻ്റെ തുടർ സ്വപ്നങ്ങൾ കാണുന്നു. ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരോടൊപ്പം കൊളംബോ ജയിലിലേക്ക് പോകുമ്പോൾ ഈ പരിശ്രമങ്ങളൊന്നും വെറുതെയാകല്ലേ എന്ന പ്രാർത്ഥനയായിരുന്നു എമിലിയുടെ ഉള്ളു നിറയെ. ജയിൽ അധികൃതരുമായി ഹ്രസ്വമായ ഒരു കൂടിക്കാഴ്ച, അതിനുശേഷം തിരിച്ചറിയലിനായി ജയിലധികൃതർ തന്നെ ഏർപ്പാടാക്കിയ മുറിയിലേക്ക് എമിലി ആനയിക്കപ്പെട്ടു. മിനിറ്റുകളോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തടവ് പുള്ളിയെ ജയിൽ ഗാർഡുകൾ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നിറം മങ്ങി, മുടി കൊഴിഞ്ഞ്, മെലിഞ്ഞ്, താടിമീശകൾ നരച്ചു തുടങ്ങിയ ആ രൂപം മുന്നിൽ വന്നു നിന്നതും എമിലിയുടെ നെഞ്ചിലൊരു നടുക്കം പാഞ്ഞു. ആഞ്ചലോസിൻ്റെ ഒരു രൂപരേഖ മാത്രം നോക്കി നോക്കി നിൽക്കെ അസ്ഥിപഞ്ജരത്തെ മാംസവും തൊലിയും വന്ന് പൊതിയുന്നത് പോലെ എമിലിയുടെ അകക്കണ്ണിൽ ആഞ്ചലോസിൻ്റെ പഴയ രൂപം അനേകായിരം ചെറുരേഖകളോടെ വരഞ്ഞു വരഞ്ഞു പൂർണ്ണമായി. ആഞ്ചലോസിനെ കാണുമ്പോൾ, തിരിച്ചറിയുമ്പോൾ എമിലിയുടെ മനസ്സിൽ ആ കൂടിക്കാഴ്ചയുടെ രംഗം വികാരവിക്ഷുബ്ധമായിരുന്നു. തിരിച്ചറിയുന്ന ആ നിമിഷം അവൾ ആഞ്ചലോ എന്ന് വിളിച്ച് വാവിട്ട് കരയുകയും ആ ശരീരത്തിലേക്ക് പ്രജ്ഞയേറ്റ് വീഴുകയും ചെയ്തിരുന്നു. എന്നാലിപ്പോൾ എംബസി ഉദ്യോഗസ്ഥനും ജയിൽ അധികൃതരും
നോക്കി നിൽക്കെ എമിലിയുടെ മനസ്സിൽ ഒരു മരുക്കാറ്റ് മാത്രം ചീറിയടിച്ചുകൊണ്ടിരുന്നു. ആഞ്ചലോസ് ആ മുറിയിലുണ്ടായിരുന്ന എംബസി ഉദ്യോഗസ്ഥരെ നോക്കിയ പോലെ തന്നെ എമിലിയെയും നോക്കി. ആ സ്ത്രീ ജയിലിലേക്ക് നിയമിതയായ ഏതെങ്കിലും ജോലിക്കാരിയാണോ അതോ എംബസിയിലെ തന്നെ ജീവനക്കാരിയാണോ എന്ന് അയാൾക്ക് മനസ്സിലായില്ല. എല്ലാവരെയും അയാൾ മാറി മാറി നോക്കി. വരണ്ടുണങ്ങി ചടച്ച് മങ്ങിപ്പോയ ബാഹ്യരൂപഘടനയല്ലാതെ പഴയ ആഞ്ചലോസിൻ്റെതായ യാതൊന്നും ആ മനുഷ്യരൂപത്തിൽ ഇല്ലെന്ന് എമിലിക്ക് ബോധ്യമായി. അതിനുള്ളിൽ കുറെ ആന്തരിക അവയവങ്ങളും എല്ലുകളും മാത്രമേയുള്ളൂ. മറ്റേതൊരു അപരിചിതനായ മനുഷ്യനെയും പോലെ തന്നെ അയാളുടെ കണ്ണിൽ വിദൂര പരിചയത്തിൻ്റെ പോലും ഒരു നേർത്ത രശ്മി കാണാനില്ല. അയാളുടെ വരണ്ട ചുണ്ടുകളിൽ ഒരു നേരിയ സൗഹൃദത്തിൻ്റെ പോലും ലാഞ്ചനയില്ല. എന്നിട്ടും എമിലി ചുഴിഞ്ഞ് ചുഴിഞ്ഞ് അനേകായിരം ആഴത്തിലേക്ക് ഖനനം ചെയ്യുന്നത് പോലെ അയാളെ നോക്കിക്കൊണ്ട് നിന്നു. എമിലിയുടെ ആ നോട്ടത്തിൽ അയാൾ അസ്വസ്ഥത കാട്ടിത്തുടങ്ങി. എമിലിയോട് അവളോടൊപ്പം കേരളത്തിൽ നിന്ന് പോന്ന പ്രതിനിധികളിൽ ഒരാൾ ചോദിച്ചു, "ഇത് നിങ്ങളുടെ ഭർത്താവാണോ?" മറുപടി പറയുന്നതിനു മുമ്പ് എമിലി വീണ്ടും ആഞ്ചലോസിനെ നോക്കി. ആണെന്ന് പറഞ്ഞാലും അല്ലെന്ന് പറഞ്ഞാലും അത് തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുകയില്ലെന്ന് എമിലിക്ക് തോന്നി. ആണെന്ന് പറഞ്ഞാൽ അപരിചിതനും അതിനാൽ തന്നെ അസ്വസ്ഥനുമായ ഒരാളുടെ സംരക്ഷണ ഭാരം കൂടി ഏറ്റെടുക്കേണ്ടി വരും. അല്ല എന്ന് പറഞ്ഞാൽ 16 കൊല്ലം താണ്ടിയ വൈധവ്യ ദുരിതത്തിന് അറുതി വരുത്താനായി ദൈവം വെച്ച് നീട്ടിയ പാനപാത്രം തിരസ്കരിക്കലാവും. എമിലി പറഞ്ഞു, "അതെ, എൻ്റെ ഭർത്താവ് ആഞ്ചലോസാണിത്." "ഉറപ്പുണ്ടോ?" "എനിക്കുറപ്പാണ്." "നിങ്ങൾ ഉറപ്പാക്കാൻ കുറേയധികം സമയമെടുത്തല്ലോ." "ഞാൻ ഈ കൂടിക്കാഴ്ച ഇങ്ങനെയല്ല മനസ്സിൽ കണ്ടത്." "എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടോ?" "ഇല്ല, എനിക്ക് സംശയമൊന്നുമില്ല." "ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക പരിശോധനയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ?" "പഴയ എന്തെങ്കിലും അടയാളങ്ങൾ, മറുകുകൾ, വടുക്കുകൾ, അങ്ങനെ എന്തെങ്കിലും?" "എനിക്കൊരു സംശയവുമില്ല. എൻ്റെ ഭർത്താവായിരുന്ന ആഞ്ചലോസ് തന്നെയാണ്." "ഈ മനുഷ്യനെ ഏറ്റുവാങ്ങാൻ നിങ്ങൾ തയ്യാറാണല്ലോ അല്ലേ?" "അതെ," എമിലി നിസ്സംശയം പറഞ്ഞു. "അയാൾക്ക് നിങ്ങളെ മനസ്സിലായിട്ടില്ല. നിങ്ങളെ എവിടെയെങ്കിലും വെച്ച് കണ്ടതിൻ്റെ ഒരോർമ്മ പോലും അയാളുടെ മുഖഭാവത്തിൽ കണ്ടില്ല." "ഞാനും കണ്ടില്ല," എമിലി സമ്മതിച്ചു. "എന്നിട്ടും അയാൾ നിങ്ങളുടെ ഭർത്താവ് തന്നെയാണെന്ന വിശ്വാസത്തിൽ മാറ്റമില്ല." "ഇല്ല." എമിലി തൻ്റെ നിലപാടിൽ ഉറച്ചു. കൂടിക്കാഴ്ച അവസാനിച്ചു. തടവ് പുള്ളിയെ ജയിൽ ഗാർഡുകൾ തിരികെ കൊണ്ടുപോയി. ഔദ്യോഗികമായ കൈമാറ്റത്തിന് നടപടിക്രമങ്ങളുണ്ട്. എമിലി എംബസി ഉദ്യോഗസ്ഥരോടൊപ്പം മടങ്ങി. കേരളത്തിൽ നിന്ന് എമിലിയോടൊപ്പം വന്ന ഉദ്യോഗസ്ഥർക്ക് മടങ്ങാൻ ധൃതിയൊന്നുമില്ല. എംബസി കെട്ടിടത്തിനുള്ളിൽ താമസ സൗകര്യമുണ്ട്. കൊളംബോ നഗരവും അവിടെയുള്ള പിക്നിക് സ്പോട്ടുകളും വ്യൂ പോയിന്റുകളും ഒന്ന് ചുറ്റിക്കാണാൻ അവർക്ക് ആഗ്രഹവുമുണ്ട്. ഇന്ത്യയിൽ നിന്ന് സർക്കാരിൻ്റെ പ്രതിനിധികളായി എത്തുന്ന ഉദ്യോഗസ്ഥരെ അങ്ങനെ എൻ്റർടൈൻ ചെയ്യാൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എംബസിയിലുണ്ട്. ശ്രീലങ്കയിൽ ആഭ്യന്തര യുദ്ധം അവസാനിച്ച് ഏതാണ്ട് 1 വർഷത്തോളം കഴിഞ്ഞിരുന്നതിനാൽ കൊളംബോയിലെ നിയന്ത്രണങ്ങളിൽ അയവ് വന്നിട്ടുണ്ടായിരുന്നു. എമിലിക്ക് പക്ഷേ എവിടേക്കും പോകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നില്ല. അവൾ തനിക്ക് അനുവദിച്ച് കിട്ടിയ മുറിയിൽ തന്നെ സമയം ചെലവഴിച്ചു. പിറ്റേന്നായിരുന്നു മടക്കം. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങി ടെർമിനലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പത്രക്കാരും ചാനൽ റിപ്പോർട്ടർമാരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഉത്തരം ഇന്നലെ തന്നെ കിട്ടിക്കഴിഞ്ഞു. എന്നിരുന്നാലും എമിലിയുടെ മുഖത്ത് നിന്ന് തന്നെ അത് പകർത്തിയെടുക്കണം. 16 വർഷങ്ങൾ നീണ്ട വിരഹത്തിന് ശേഷം തീർത്തും അപ്രതീക്ഷിതമായി ഭർത്താവിനെ കണ്ടപ്പോൾ എന്ത് വികാരം ആണ് തോന്നിയതെന്ന് എമിലി തന്നെ അവരോട് പറയണം. ആ വികാരം അവളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കണം. എമിലി ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, "സന്തോഷം." വൈകുന്നേരം എമിലി ചെല്ലിക്കടപ്പുറത്തെ തൻ്റെ വീട്ടിൽ തിരിച്ചെത്തി. കടപ്പുറത്തുള്ള ജനങ്ങളെല്ലാം എമിലി തിരിച്ചെത്തിയതറിഞ്ഞ് കുഞ്ഞിനിയുടെ വീട്ടിലെത്തി. അവർക്കെല്ലാം അറിയേണ്ടത് അത് ആഞ്ചലോസ് തന്നെയായിരുന്നോ അതോ ഒരേപോലെ ഇരിക്കുന്ന മറ്റൊരാളാണോ? കണ്ടപ്പോൾ എന്ത് തോന്നി? എമിലിയെ തിരിച്ചറിഞ്ഞോ? സംസാരിച്ചോ? ഇതൊക്കെയായിരുന്നു സന്ദർശകരും ചോദ്യങ്ങളും തുടരെ തുടരെ വന്നുകൊണ്ടിരുന്നു. നാട്ടിലുള്ളവരുടെ എല്ലാം ചോദ്യങ്ങൾക്ക് എമിലി മറുപടി പറഞ്ഞത് കുഞ്ഞനെ കേൾക്കുന്നുണ്ട്. ജാനറ്റും ഡെന്നിച്ചനും കേൾക്കുന്നുണ്ട്. അതിനാൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചോദിച്ചറിയേണ്ടതായി വന്നില്ല. രാത്രി 10 മണിയാകുവോളം സന്ദർശകർ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ എമിലി തളർന്ന് കിടക്കപ്പായ വിരിച്ച് അതിലിരുന്നു. അവസാനത്തെ ചോദ്യം കുഞ്ഞിനിയുടേതായിരുന്നു. "മോളെ, നീ കണ്ടത് എൻ്റെ മുൻ ആഞ്ചലോസിനെ തന്നെയാണല്ലോ അല്ലേ?" "ആ," എമിലി മറുപടി അതിലൊതുക്കി.
ലൈറ്റ് അണഞ്ഞ ശേഷം നീണ്ടു നിന്ന മൗനത്തിലേക്ക് കുഞ്ഞന്നയുടെ ഒരു ചോദ്യം വന്നു വീണു. നിന്റെ മുഖത്ത് അതിൻ്റെ സന്തോഷമൊന്നും ഞാൻ കണ്ടില്ലല്ലോ. അതിന് ഉത്തരം വന്നില്ല. മൗനം വീർത്ത് കനത്തു. പിന്നെ ഉണ്ടായത് ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. കുഞ്ഞന ഞെട്ടി എഴുന്നേറ്റിരുന്നു. ജാനറ്റ് ലൈറ്റിട്ടു. എമിലി പൊട്ടിപ്പിളർന്ന് കരയുകയാണ്. ആഞ്ചലോസ് തിരിച്ചു വരികയാണ്. അതോടൊപ്പം ശ്രീലങ്കയിലെ വിവിധ ജയിലുകളിൽ ഉണ്ടായിരുന്ന 6 തടവുപുള്ളികളെ കൂടി ശ്രീലങ്കൻ ഗവൺമെൻറ് മോചിപ്പിക്കുന്നുണ്ട്. 6 പേരും തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ്. വിവിധ കാലങ്ങളിൽ ശ്രീലങ്കൻ നാവികപ്പടയുടെ പിടിയിൽപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടവർ. രാമേശ്വരം ഫിഷിംഗ് ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയവരായിരുന്നു അവരെല്ലാവരും. സമുദ്രാതിർത്തി ലംഘിച്ചതാണ് അവരുടെ മേൽ കെട്ടിവെക്കപ്പെട്ട കുറ്റം. അയൽ വീട്ടിലെ നായെ ഇപ്പുറത്തെ വീട്ടുവളപ്പിൽ കയറി. ഇതും തൻ്റെ അധികാരപരിധിയിലുള്ള വീടെന്ന മട്ടിൽ അവർക്കെതിരെ കുരയ്ക്കുന്നത് പോലെയാണ് ശ്രീലങ്കയുടെ ഈ ആരോപണമെന്ന് തമിഴ്നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികൾ കുറ്റപ്പെടുത്തുന്നു. തമിഴ്നാട്ടിലെ രാമേശ്വരത്തിനും ശ്രീലങ്കയിലെ ജാഫ്ന മുനമ്പിനും മധ്യയുള്ള കച്ചദ്വീപ് ദ്വീപ് 1974 വരെ ഇന്ത്യയുടെ അധീനതയിലായിരുന്നു. 1974 ഇന്ത്യ ഗവൺമെൻറ് ആ ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു. 2 രാജ്യങ്ങളുടെയും മത്സ്യത്തൊഴിലാളികൾ വിശ്രമത്തിനും വലകളുടെ കേടുപോക്കുന്നതിനും മറ്റുമുള്ള ഇടത്താവളമായി കച്ചദ്വീപ് ദ്വീപിനെ ഉപയോഗിച്ചു പോന്നു. സതുദ്ദേശത്തോടെ ഇന്ത്യ കൈമാറിയ കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് സ്വന്തമായതോടെ അവർ തങ്ങളുടെ സമുദ്രാതിർത്തി ദ്വീപിനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശാലമാക്കി. അങ്ങനെ സ്വന്തം നിലയിൽ സമുദ്രാതിർത്തി പുനർനിർണയിച്ച ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ ഗവൺമെൻറ് ചെറുവിരൽ പോലും അനക്കാത്തതിൽ തമിഴ്നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികൾക്ക് കടുത്ത അമർഷമുണ്ട്. കാരണം അവരുടെ ബോട്ടുകളും വള്ളങ്ങളുമാണ് സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന പേരിൽ ശ്രീലങ്ക പിടിച്ചെടുക്കുന്നതും തൊഴിലാളികളെ ജയിലിലടയ്ക്കുന്നതും. ശ്രീലങ്ക പിടിച്ചെടുക്കുന്ന ബോട്ടുകളും വള്ളങ്ങളും ഒരിക്കലും തിരിച്ചു കിട്ടാറില്ല എന്നതും മത്സ്യത്തൊഴിലാളികളുടെ അമർഷത്തിന് കാരണമായി. നൂറ്റാണ്ടുകളായി തങ്ങളുടെ കൈവശം ഇരുന്ന കച്ചദ്വീപ് ഇപ്പോഴും ഇന്ത്യയുടെ സ്വന്തം എന്ന് തന്നെയാണ് തമിഴ്നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികൾ ഭൂരിപക്ഷവും വിശ്വസിച്ചു പോരുന്നത്. അങ്ങനെ കച്ചദ്വീപിന് സമീപം വെച്ച് പിടിക്കപ്പെട്ട ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളും ആഞ്ചലോസിനോടൊപ്പം മോചിപ്പിക്കപ്പെടുന്നവരുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. മോചനത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ പ്രതിനിധികൾ കൊളംബോയിലെ ഇന്ത്യൻ എംബസിയിലെത്തി കൈമാറ്റ രേഖകളിൽ ഒപ്പുവെച്ചു. മോചിപ്പിക്കപ്പെട്ട 7 തടവുപുള്ളികളെയും വിമാനമാർഗം കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. ആഞ്ചലോസിനെ സ്വീകരിക്കാൻ അവിടെ കളക്ടറും MLAയും പത്രപ്രവർത്തകരും ചാനൽ റിപ്പോർട്ടർമാരും സന്നിഹിതരായിരുന്നു. ചന്ദ്രഭാനു കുഞ്ഞനെയും എമിലിയെയും ജാനറ്റിനെയും ഡെന്നിസിനെയും ഒരു കാറിൽ കയറ്റി നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ വെച്ച് കുഞ്ഞന്ന 16 വർഷം മുമ്പ് തനിക്ക് നഷ്ടപ്പെട്ട മകനെ വീണ്ടും കണ്ടു. ജാനറ്റും ഡെന്നിച്ചനും തങ്ങളുടെ ഓർമ്മയിൽ നിന്നും മാഞ്ഞുപോയ പപ്പയെ വീണ്ടും കണ്ടു. തൻ്റെ മകൻ്റെ ഇപ്പോഴത്തെ രൂപം കണ്ട് കുഞ്ഞനയ്ക്ക് കരച്ചിൽ വന്നു. അവരുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. കമണിയുടെ തുമ്പുകൊണ്ട് അവർ പലതവണ കൺകോണുകൾ ഒപ്പി. അത് തൻ്റെ മകൻ ആഞ്ചലോസ് ആണെന്ന് വിശ്വസിക്കാൻ അവർക്ക് എളുപ്പം സാധിച്ചില്ല എന്നുള്ളതായിരുന്നു സത്യം. ആഞ്ചലോസിൻ്റെതായ എന്തെങ്കിലും സാമ്യതകൾ ആ മനുഷ്യനിലുണ്ട് എന്നത് മാത്രമായിരുന്നു പ്രകടമായ തെളിവ്. ഡെന്നിച്ചനും ജാനറ്റും വലിയ പ്രതീക്ഷയോടെയാണ് വന്നത്. തങ്ങളുടെ പപ്പ ഒരു വിദേശ രാജ്യത്ത് നിന്നാണ് തിരിച്ചെത്തുന്നത് എന്നത് അവർ ഒരു മേന്മയായിട്ട് കരുതി. വിദേശത്തെ ജയിൽ ആ നാട്ടിലുള്ള ജയിലുകൾ പോലെ ശിക്ഷിക്കപ്പെട്ട തടവുപുള്ളികളെ അടച്ചിരിക്കുന്ന ജയിലാണെന്ന് അവർക്ക് തോന്നിയതേയില്ല. ശ്രീലങ്കക്കാർക്ക് അബദ്ധം പറ്റി പിടികൂടിയതാണ്. ജാനറ്റിൻ്റെയും ഡെന്നിച്ചിൻ്റെയും പപ്പ ആ രാജ്യത്ത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കിളികളെ പിടിച്ച് കൂട്ടിലിട്ട് വളർത്തുന്ന പോലെ ആ രാജ്യത്തുള്ള ഗവൺമെൻറ് തങ്ങളുടെ പപ്പയെ ഒരു വലിയ കൂട്ടിനുള്ളിലിട്ട് വർഷങ്ങളോളം ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവർക്ക് അബദ്ധം മനസ്സിലാക്കി അവർ തങ്ങളുടെ പപ്പയെ തിരിച്ചയച്ചിരിക്കുന്നു. പക്ഷേ ആഞ്ചലോസിനെ നേരിൽ കണ്ടതോടെ ജാനറ്റും ഡെന്നിച്ചനും ഇച്ഛാഭംഗം കൊണ്ട് സ്തബ്ധരായിപ്പോയി. അവരുടെ പ്രതീക്ഷയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അസ്തമിച്ചു. ഇങ്ങനൊരാളെ പപ്പയായി തങ്ങൾക്ക് വേണ്ടായിരുന്നെന്ന് അവർ മനസ്സിൽ വിചാരിച്ചു. ഈ മനുഷ്യൻ തങ്ങളുടെ പപ്പയാണെന്ന് വിളംബരം ചെയ്തുകൊണ്ട് ചെല്ലിക്കടപ്പുറത്തേക്ക് മടങ്ങിച്ചെല്ലുന്നത് അവർക്ക് അപമാനകരമായി തോന്നി. പപ്പയെ കാണുമ്പോൾ അടുത്തേക്ക് ചെല്ലണമെന്ന ആഗ്രഹമെല്ലാം കരിഞ്ഞുപോയി. അവർ ഒരു ചുവട് പിന്നോട്ട് നിന്നു. പത്രങ്ങൾക്കും ചാനലുകൾക്കും പക്ഷേ അപൂർവമായ പുനഃസമാഗമത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തണമായിരുന്നു. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസിലും നാളത്തെ പത്രങ്ങളിലും വരേണ്ടതാണ്. ആദ്യം അമ്മയും മകനും തമ്മിലുള്ള പുനഃസമാഗമം.
ഫോട്ടോഗ്രാഫർമാർ അവരെ തങ്ങളുടെ പാകത്തിനൊരുക്കി നിർത്തി. അമ്മ മകനെ കണ്ണീരോടെ ആലിംഗനം ചെയ്യുന്നു. 16 വർഷത്തിന് ശേഷമുള്ള കണ്ടുമുട്ടൽ എന്ന ശീർഷകത്തോടെ നാളെ പത്രത്തിൽ അച്ചടിക്കേണ്ട ഫോട്ടോയാണ്. ഫോട്ടോഗ്രാഫർമാർ പറഞ്ഞ പോലെ അമ്മ മകനെ ആശ്ലേഷിച്ചു. അമ്മയുടെ കണ്ണ് നിറയുകയും ചെയ്തു. പക്ഷേ മകന്റെ കരങ്ങൾ ഒട്ടും വഴങ്ങിയില്ല. അവ തണുത്ത വിറകുകൊള്ളികൾ പോലിരുന്നു. അടുത്തത് എമിലിയുടെ ഊഴമായിരുന്നു. അങ്ങനെയൊരു പൊതുസമക്ഷത്തിൽ വെച്ച ആലിംഗനം അസാധ്യമായിരുന്നു. എമിലി ആഞ്ചലോസിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാൻ അനുവാദം നൽകി. ജാനറ്റിനും ഡെന്നിച്ചനും ഫോട്ടോയ്ക്ക് നിൽക്കാൻ മടിയായിരുന്നു. 16 വർഷത്തെ വേർപാടിന് ശേഷം മറവി ബാധിച്ച പപ്പയോടൊപ്പം മക്കൾ എന്ന് അടിക്കുറിപ്പ് കൊടുക്കാവുന്ന വികാരശൂന്യമായ ചിത്രങ്ങൾ ഫോട്ടോഗ്രാഫർമാർക്ക് കിട്ടി. സ്വീകരണ ചടങ്ങ് കഴിഞ്ഞു. ആഞ്ചലോസിന് ഒന്നും മനസ്സിലായില്ല. എത്രയും വേഗം തിരിച്ചു പോയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അയാൾക്ക് പരിചയക്കാരുണ്ട്. ഇത് തികച്ചും അന്യവും അപരിചിതവുമായ സ്ഥലം. പരിചയമുള്ള ഒരൊറ്റ മുഖം പോലുമില്ല. എമിലിയെ കണ്ടപ്പോൾ ഇത് തന്നെ ജയിലിൽ വന്ന് കണ്ട സ്ത്രീയാണല്ലോ എന്ന് അയാൾ ഓർത്തു. മുടി നരച്ച വൃദ്ധ അയാളുടെ അമ്മയാണെന്ന് പലരും പറഞ്ഞു കഴിഞ്ഞു. ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീയും മക്കളാണെന്ന് പരിചയപ്പെടുത്തിയ യുവതിയും യുവാവും അയാളിൽ യാതൊരു വികാരവും ഉണർത്തിയില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്ന് അയാൾക്ക് മനസ്സിലായില്ല. ഇനി കുറേയധികം ദൂരം സഞ്ചരിച്ച് ഇവരുടെ വീട്ടിലേക്ക് പോകണമെന്ന് ചിലർ പറയുന്നത് അയാൾ കേട്ടു. അതെവിടെയാണെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. വളരെ വർഷങ്ങൾക്ക് ശേഷം മകനെ തിരിച്ചു കിട്ടിയപ്പോൾ വല്യമ്മച്ചിക്ക് എന്ത് തോന്നുന്നു എന്നൊരു പത്ര റിപ്പോർട്ടർ കുഞ്ഞണ്ണയോട് ചോദിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്, അതിനേക്കാളും സങ്കടമുണ്ട്, കുഞ്ഞണ്ണ ഗദ്ഗതത്തോടെ പറഞ്ഞു. മരിച്ചുപോയി എന്ന് കരുതിയിരുന്ന അച്ഛനെ വീണ്ടും കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ്? ആ ചോദ്യം ജാനറ്റിനോടും ഡെന്നിച്ചനോടുമായിരുന്നു. ജാനറ്റും ഡെന്നിച്ചനും പരസ്പരം നോക്കി. അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് ഒരു വികാരവുമില്ല. എയർപോർട്ടിലേക്ക് വരുമ്പോൾ മനസ്സ് പ്രതീക്ഷാനിർഭരമായിരുന്നു. രണ്ടുപേരുടെയും ഇപ്പോൾ ഒരു ശൂന്യതയാണ് അവശേഷിക്കുന്നത്. ജാനറ്റ് ആദ്യം മറുപടി പറയട്ടെ എന്ന് ഡെന്നിച്ചൻ വിചാരിച്ചു. ഡെന്നിച്ചൻ ആൺകുട്ടിയായതുകൊണ്ട് അവൻ പറയട്ടെ എന്ന് ജാനറ്റും കരുതി. സന്തോഷം തോന്നുന്നില്ലേ? ചോദ്യകർത്താവ് രണ്ടുപേരെയും മാറി മാറി നോക്കി. ഉവ്വെന്ന് രണ്ടുപേരും തലയാട്ടി. വലിയ ഒരത്ഭുതം സംഭവിച്ചതുപോലെ തോന്നുന്നുണ്ടോ? ജാനറ്റിനോടായിരുന്നു ചോദ്യം. അത്ഭുതമൊന്നും തോന്നിയില്ല. പക്ഷേ പപ്പ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാമായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല, അവൾ പറഞ്ഞു. അപ്പോൾ മരിച്ചുപോയെന്ന് കരുതിയ ഒരാൾ, അതും സ്വന്തം അച്ഛൻ തിരിച്ചെത്തുമ്പോൾ അത്ഭുതം തോന്നേണ്ടതല്ലേ? പപ്പയെ കണ്ട ഓർമ്മയില്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. ജാനറ്റ് സങ്കോചത്തോടെ പറഞ്ഞു. പപ്പയെ തിരിച്ചു കിട്ടിയല്ലോ. ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ്? പഠിപ്പിക്കാൻ അമ്മയ്ക്ക് ശേഷിയില്ലാത്തത് കൊണ്ട് പഠിപ്പ് നിർത്തിയവരല്ലേ നിങ്ങൾ രണ്ടുപേരും? ഇനി പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുമെന്നറിഞ്ഞുകൂടാ, ഡെന്നിച്ചൻ പറഞ്ഞു. പഴയതൊന്നും ഓർമ്മയില്ലാത്ത ഒരു അച്ഛനെയാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? അറിഞ്ഞൂടാ, ജാനറ്റ് മടിച്ച് പറഞ്ഞു. ചന്ദ്രഭാനു വിട്ടുകൊടുത്ത കാറിലായിരുന്നു ആലപ്പുഴയിലേക്കുള്ള മടക്കയാത്ര. അവർ ചെല്ലിക്കടപ്പുറത്ത് എത്തുമ്പോൾ ആഞ്ചലോസിനായി വലിയൊരു സ്വീകരണ പരിപാടി പാർട്ടിക്കാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രഭാനുവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു സ്വീകരണവും അനുബന്ധ പരിപാടികളും. കാർ നേരെ ചെല്ലിക്കടപ്പുറത്ത് എത്തി. അവിടെ കുറേ ജനങ്ങൾ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. ആഞ്ചലോസ് എത്തിച്ചേർന്നു എന്നറിഞ്ഞതോടെ കടപ്പുറത്ത് തിക്കും തിരക്കുമായി. ചെല്ലിക്കടപ്പുറം നിവാസികളെല്ലാവരും തന്നെ കടപ്പുറത്ത് ഒത്തുകൂടി. അവിടെ ചെറിയൊരു സ്റ്റേജ് തട്ടിക്കൂട്ടിയിട്ടുണ്ട്. അവിടേക്ക് സംഘാടകരിൽ ഒരാൾ ആഞ്ചലോസിനെ കൈപിടിച്ച് കയറ്റി ഒരു കസേരയിൽ ഇരുത്തി. 4-5 പ്രസംഗകരും എത്തിച്ചേർന്ന് കസേരകളിൽ ഉപവിഷ്ടരായി. ചന്ദ്രഭാനു ആഞ്ചലോസിനെ പറ്റിയും ആഞ്ചലോസിൻ്റെ ഒറ്റപ്പെട്ടുപോയ കുടുംബത്തെക്കുറിച്ചും സംസാരിച്ചു. ആഞ്ചലോസിൻ്റെ ഓർമ്മക്കേടിനെപ്പറ്റി എടുത്തു പറഞ്ഞു. ജാതി മത ഭേദമന്യേ എല്ലാവരും ആഞ്ചലോസിൻ്റെ കുടുംബത്തെ സഹായിക്കണമെന്നും അയാളുടെ പുനരധിവാസത്തിനായി ഒരു ഫണ്ട് രൂപീകരിക്കണമെന്നും അതിലേക്ക് എല്ലാവരും കൈയഴിച്ച് സംഭാവന നൽകണമെന്നും ചന്ദ്രഭാനു അഭ്യർത്ഥിച്ചു. 16 വർഷം മുമ്പ് മരിച്ചുപോയി എന്ന് കരുതിയ മനുഷ്യൻ അത്ഭുതകരമായി തിരിച്ചെത്തിയത് കാണാൻ അത്യാവേശത്തോടെ എത്തിയ ആളുകൾക്ക് ആഞ്ചലോസ് ദുരൂഹമായ നിരാശയാണ് നൽകിയത്. താൻ ആരെന്നോ എന്തെന്നോ അറിയാതെ ഒരു ഉണങ്ങിയ മനുഷ്യൻ തലയും താഴ്ത്തി സ്റ്റേജിലെ കസേരയിലിരിക്കുന്ന കാഴ്ച ആൾക്കാരുടെ ഉത്സാഹത്തെയും പ്രതീക്ഷയെയും കെടുത്തിക്കളഞ്ഞു. ചന്ദ്രഭാനു അവരോട് പറഞ്ഞു, നിങ്ങളാണ് ആഞ്ചലോസിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത്. അയാളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് ശ്രീലങ്കൻ ഗവൺമെൻറ്റോ
നിങ്ങളുടെ ഇടയിലേക്ക് തിരിച്ചെത്തിച്ച ഇന്ത്യ ഗവൺമെൻറ്റോ അല്ല, മറിച്ച് നിങ്ങൾ ചെല്ലിക്കടപ്പുറത്തെ നല്ലവരായ അയൽക്കാരാണ്, ഇവിടുത്തെ നാട്ടുകാരാണ്. ഇവിടെ ജോലിയെടുക്കുകയും കടലിൽ പോയി മീൻ വാരിക്കൊണ്ടുവന്ന് വിറ്റ് അന്നമുണ്ണുകയും ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുമാണ് ആഞ്ചലോസിനെ വീണ്ടെടുക്കേണ്ടത്. ശ്രീലങ്കൻ സർക്കാർ നമുക്ക് വിട്ടു തന്നത് ഒരു ശരീരം മാത്രമാണ്. ഇന്ത്യ ഗവൺമെൻറ് ഏറ്റുവാങ്ങി ഇവിടെ എത്തിച്ചത് വെറും ഒരു ശരീരം മാത്രമാണ്. നമ്മളാണ് ഇനി അയാളിൽ ഒരു അസ്തിത്വം സ്ഥാപിക്കേണ്ടത്. നമ്മളിൽ ഒരാളായി മാറ്റിയെടുക്കേണ്ടത് നമ്മളാണ്. ആഞ്ചലോസിൻ്റെ ഓർമ്മ കെട്ടുപോയി എന്നാണ് വൈദ്യശാസ്ത്രം വിധി എഴുതിയിരിക്കുന്നത്. അത് ഇന്നോ ഇന്നലെയോ സംഭവിച്ചതല്ല. ശ്രീലങ്കൻ നാവികസേന പിടിച്ചെടുത്ത ഒരു ബോട്ടിൽ അഭയാർത്ഥിയായി കിടക്കുമ്പോൾ തന്നെ ആഞ്ചലോസിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നു എന്നതാണ് അറിയുന്നത്. ശ്രീലങ്കൻ അധികൃതരിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആഞ്ചലോസിനെ കാണാതായ ശേഷം 3-ാമത്തെ ദിവസമാണ് അയാൾ ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിൽപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അയാളോടൊപ്പം പിടികൂടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ബോട്ട് രാമേശ്വരം ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടതും അതേ ദിവസമാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അതായത് ബോട്ടിടിച്ച് വള്ളം തകർന്ന് കടലിൽ വീണ ആഞ്ചലോസ് 3 ദിവസത്തോളം കടലിൽ ഒഴുകി നടന്നുവെന്നാണ് മേൽപ്പറഞ്ഞ തെളിവുകൾ സൂചിപ്പിക്കുന്നത്. തകർന്ന പലക കഷ്ണങ്ങളും 2 കന്നാസുകളുമായിരുന്നത്രേ അയാളെ 3 നാൾ കടലിൽ നിലനിർത്തിയ രക്ഷാകവചം. ഓർമ്മ നഷ്ടപ്പെട്ട നിലയിലാണ് ആഞ്ചലോസ് ജാഫ്നയിലെ ജയിലിൽ അടയ്ക്കപ്പെട്ടത്. കഴിഞ്ഞ 16 വർഷമായി അയാളുടെ ഓർമ്മ അങ്ങനെ തന്നെയാണ്. ഇനി നമ്മുടെ സ്നേഹപൂർണമായ പെരുമാറ്റം കൊണ്ടും പരിചരണം കൊണ്ടും മാത്രമേ പഴയ ആഞ്ചലോസിനെ വീണ്ടെടുക്കാൻ കഴിയൂ എന്നുകൂടി പ്രിയപ്പെട്ടവരായ ഈ ചെല്ലിക്കടപ്പുറം നിവാസികളെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മരിച്ചുപോയെന്ന് നമ്മൾ തീർച്ചപ്പെടുത്തിയ ഒരു മനുഷ്യൻ്റെ തിരിച്ചുവരവ് ഏത് നിലയ്ക്കായാലും അത്ഭുതകരമാണ്, ആവേശകരമാണ്, അഭിനന്ദനാർഹവുമാണ്. നഷ്ടപ്പെട്ടു പോയ ആ സഹോദരൻ്റെ കൈ പിടിച്ച് നമുക്ക് നടത്താം. ഇല്ലായ്മകളെ ഉദാരത കൊണ്ട് നിറയ്ക്കാം, വല്ലായ്മകളെ സ്നേഹം കൊണ്ട് തലോടാം. ഈ ചെല്ലിക്കടപ്പുറത്തിൻ്റെ ധീരപുത്രനായി ആഞ്ചലോസിനെ നമുക്ക് അംഗീകരിക്കാം. ഏതാനും ഉപചാര വാക്കുകൾ കൂടി പറഞ്ഞ് ചന്ദ്രഭാനു തൻ്റെ പ്രസംഗം ഉപസംഹരിച്ചു. കടപ്പുറത്തുണ്ടായ കരഘോഷം അയാളുടെ വാക്കുകൾ അന്നാട്ടുകാരുടെ ഉള്ളിൽ തട്ടിയെന്നതിൻ്റെ തെളിവായിരുന്നു. സ്വീകരണ ചടങ്ങ് സമാപിച്ചു. ചന്ദ്രഭാനുവും പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ആഞ്ചലോസിനെ അയാളുടെ വീട്ടിലെത്തിച്ചു. 16 വർഷം മുമ്പ് ഒരു സന്ധ്യയ്ക്ക് നാളെ വെളുപ്പിന് തിരികെ വരാമെന്ന് അമ്മയോടും ഭാര്യയോടും ആശ്വാസവാക്ക് പറഞ്ഞ് ശിശുക്കളായിരുന്ന മക്കളെ തൊട്ടു തലോടി ഇറങ്ങിപ്പോയ അതേ വീട് തന്നെയാണെന്ന് ഓർമ്മയില്ലാതെ ആഞ്ചലോസ് ആ വീടിൻ്റെ തിണ്ണയിൽ ചെന്ന് കയറി. അന്ന് സുന്ദരിയായിരുന്ന എമിലി ഇപ്പോൾ അയാളുടെ മനസ്സിലില്ല. ആരോഗ്യവതിയും പ്രസന്നമുഖിയുമായിരുന്ന കുഞ്ഞമ്മ എന്ന അമ്മയും അയാളുടെ ഓർമ്മയിലില്ല. ചന്ദ്രഭാനു ചെറിയൊരു പണക്കിഴി എമിലിയെ ഏൽപ്പിച്ചു. പാർട്ടി പ്രവർത്തകരിൽ നിന്നും മറ്റും പിരിച്ചെടുത്തതാ. 10,000-ൽ ചില്ലുവാനും രൂപയുണ്ട്. അതങ്ങനെ തന്നെ തരികയാ. ഇനി ആഞ്ചലോസിനെ കൂടി സംരക്ഷിക്കേണ്ട ചുമതല എമിലിക്കല്ലേ? എമിലി നിറകണ്ണുകളോടെ അത് ഏറ്റുവാങ്ങി. എമിലിക്കത് വെറും 10,000 രൂപയുടെ കിഴിയല്ല, വിലമതിക്കാനാവാത്ത നിധിയാണ്. ആഞ്ചലോസിൻ്റെ പുനരധിവാസത്തിനു വേണ്ടി സർക്കാരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്നുണ്ട്. പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമനിധിയിൽ നിന്നുകൂടി എന്തെങ്കിലും കിട്ടണം. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ശ്രമിക്കാം. ആശ്വാസവാക്കുകൾ പറഞ്ഞ് ചന്ദ്രഭാനുവും പാർട്ടിക്കാരും പോയി. അയൽക്കാർ കുഞ്ഞണ്ണിയോടും എമിലിയോടും സംസാരിച്ചുകൊണ്ടും ആഞ്ചലോസിനെ പല കോണുകളിൽ നിന്ന് വീക്ഷിച്ചുകൊണ്ടും സന്ധ്യ വരെ വീട്ടിലും പരിസരത്തും തങ്ങി നിന്നു. തിണ്ണയിൽ വിരിച്ച പുൽപ്പായയിൽ ആഞ്ചലോസ് തൂണും ചാരിയിരുന്നു. കുഞ്ഞണ്ണ മകൻ ഒരു കട്ടൻ കാപ്പി കൊണ്ടുചെന്ന് കൊടുത്തു. അവൻ അത് കുടിക്കുന്നത് നോക്കിക്കൊണ്ട് കട്ടള ചാരി നിന്നു. തൻ്റെ മകൻ എത്ര സുന്ദരനായിരുന്നു എന്ന് കുഞ്ഞണ്ണ ഓർത്തു. ഈ കടപ്പുറത്ത് കല്യാണപ്രായം തികഞ്ഞു നിന്ന പല പെൺകുട്ടികളും അവനെ കൊതിച്ചിട്ടുണ്ട്. അവനു വേണ്ടി പലരും കല്യാണ ആലോചനകളുമായി വന്നിട്ടുണ്ട്. പക്ഷേ അന്ധേരി കടപ്പുറംകാരി എമിലിക്കായിരുന്നു അവൻ്റെ ഭാര്യയാകാൻ യോഗം. അവനെ യോജിച്ച വിധം അവളും സുന്ദരിയായിരുന്നു. ആരിലും അസൂയ ജനിപ്പിക്കുന്ന ചേർച്ച ആ കല്യാണവും അതിനുശേഷമുണ്ടായ സന്തോഷത്തിൻ്റെ നാളുകളും കുഞ്ഞന ഓർമ്മിച്ചു. കുഞ്ഞനയുടെ ഓർമ്മ പിന്നെയും പുറകോട്ട് സഞ്ചരിച്ചു. ആഞ്ചലോസിൻ്റെ കൗമാരവും ബാല്യവും പിന്നീട് ശൈശവത്തിലുമെത്തി. തറയിൽ മുട്ടിച്ച് കാളക്കിടാവ് വരുന്ന പോലെ പാഞ്ഞു വരികയാണ് കുഞ്ഞാഞ്ചലോ. എണീറ്റ് നടക്കാറായിട്ടില്ല. 4 കാലിലാണ് പാച്ചിൽ. ഇടയ്ക്കൊന്നിരിക്കും. വാതിൽപ്പടിയിൽ മുട്ടക്കൂസ് അരിഞ്ഞുകൊണ്ടിരുന്ന തന്നെ നോക്കി ഒരു വിളി വരുന്നു. അമ്പേ!
അമ്പേ വിളി പുതിയ പരിശീലനമാണ്. ഇമ്മേ ഇമ്മേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് നിർത്തിക്കാൻ വേണ്ടി അമ്മേ എന്ന് വിളിച്ച് ശീലിപ്പിച്ചതാണ്. പക്ഷേ അവൻ വിളിക്കുമ്പോൾ അമ്മേ വിളി അമ്പയായി മാറിപ്പോകുന്നു. വീണ്ടും മുട്ടിടിച്ച് 4 കാലിൽ വരുന്നു. തൊട്ടരികിലെത്തി തൻ്റെ കാൽ മുട്ടിൽ പിടിച്ച് ബന്ധപ്പെട്ട് എണീറ്റ് ആടിയാടി നിൽക്കുന്നു. എന്നിട്ടൊരു ചിരി. എണീറ്റ് നിന്നതിൻ്റെ ചിരിയാണ്. കുഞ്ഞണ്ണ വീണ്ടും ആഞ്ചലോസിനെ നോക്കി. തല കുമ്പിട്ട് ഒരന്യനെ പോലെ പുറംതിരിഞ്ഞിരിക്കുന്നു. കുഞ്ഞണ്ണയുടെ കണ്ണുകളിൽ വെള്ളം വന്ന് നിറഞ്ഞു. അവർ തേങ്ങൽ അമർത്തി അകത്തേക്ക് പിൻവലിഞ്ഞു. ആഞ്ചലോസ് അവിടെ തന്നെ ഇരിപ്പ് തുടർന്നു. കാപ്പി കുടിച്ച ഗ്ലാസ് തിണ്ണയിൽ ഭിത്തിയരികെ വെച്ചു. അയൽ വീടുകളിൽ TV പ്രവർത്തിക്കുന്നതിൻ്റെ ഒച്ച കേൾക്കാം. ആരോ ന്യൂസ് വായിക്കുന്നു. മറ്റൊരു TVയിൽ നിന്ന് സീരിയലിലെ ഡയലോഗ്. കുറച്ചപ്പുറത്ത് നായ കുരയ്ക്കുന്നു. ഏതോ ഉച്ചഭാഷണിയിൽ നിന്ന് ഒരു സിനിമാ ഗാനം വരുന്നു. തെങ്ങോലകളിൽ നിന്ന് കാറ്റ് വീശുന്നു. എവിടെ നിന്നോ പാരിജാതം പൂത്ത മണം. തീരത്തെ മണൽത്തിട്ടയിൽ കടലിടിക്കുന്ന സ്വരം. ഒരു കോഴി കൂവുന്നു. ആഞ്ചലോസ് ഇതെല്ലാം കേട്ട് ഞെളിപിരി കൊണ്ടു. അയാൾക്കൊരു ജയിലറ വേണം. അതിനായി അയാൾ 4 പാടും കണ്ണുകൾ കൊണ്ട് പരതി. ശബ്ദം മരവിച്ച് കിടക്കുന്ന എവിടെയെങ്കിലും കൊണ്ടുപോയി തലയൊളിപ്പിക്കണം ആഞ്ചലോസിന്. അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഇരുട്ട് കൂടുതൽ ഉള്ളിടത്തേക്ക് നടന്നു. കുഞ്ഞണ്ണ ഗ്ലാസ് എടുക്കാനായി വന്നു നോക്കിയപ്പോൾ ആഞ്ചലോസിനെ കാണാനില്ല. എമിലിയെ, കുഞ്ഞണ്ണ ഒച്ചയെടുത്തു. കുഞ്ഞണ്ണയുടെ സ്വരത്തിലെ പരിഭ്രമം തിരിച്ചറിഞ്ഞ എമിലി അടുത്ത നിമിഷം തിണ്ണയിലെത്തി. ആഞ്ചലോ, എന്തേ കാണുന്നില്ലല്ലോ? എമിലി പെട്ടെന്ന് ചുറ്റുപാടുകൾ നോക്കി. ആഞ്ചലോസിൻ്റെ തലവെട്ടം പോലും കാണാനില്ല. അടുത്ത ഭാഗം നാളെ.